എല്ലാവർക്കും മാഷൻ ടീച്ചറിന്റെ മറ്റൊരു പുതിയ ഓൺലൈൻ ക്ലാസ്സിലോട്ട് സ്വാഗതം. അപ്പൊ നാളെ 4ാം ക്ലാസ്സിലെ കൂട്ടുകാർക്ക് മാത്സ് അഥവാ ഗണിതമാണ് എക്സാം വരുന്നത് അല്ലേ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, നാളത്തെ എക്സാമിന് വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ പഠിച്ചിട്ട് വരാം അല്ലേ. അപ്പൊ അതിനായിട്ടാണ് ടീച്ചർ ഇപ്പൊ വന്നിട്ടുള്ളത് കേട്ടോ. അപ്പൊ നമ്മുടെ ക്ലാസ്സിലോട്ട് പോകുന്നതിന് മുന്നേ ആയിട്ട് മക്കൾ എല്ലാവരും എന്ത് ചെയ്യാം, വേഗം ഒന്ന് വീഡിയോ ലൈക്ക് ചെയ്യുക. അതോടൊപ്പം തന്നെ ഇന്നത്തെ എക്സാം കൂട്ടുകാർക്ക് ഈസി ആയിരുന്നോ ഇല്ലയോ എന്നുള്ള കാര്യം കൂടി നമ്മുടെ കമന്റ് ബോക്സ് പറയാം കേട്ടോ. അതോടൊപ്പം മക്കളുടെ പേരും നിങ്ങൾ പഠിക്കുന്ന സ്കൂളിന്റെ പേരും കൂടി നമ്മുടെ കമന്റ് ബോക്സിൽ പറയാനായിട്ട് മറക്കരുത്. ഓക്കെ മക്കളെ, അപ്പൊ നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലോട്ട് പോവാല്ലേ. അതിന് മുന്നേ ആയിട്ട് നമ്മുടെ ചാനലിൽ മെമ്പർഷിപ്പ് എടുക്കാൻ ഇനി താല്പര്യമുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ മെമ്പർഷിപ്പ് എടുക്കുക കേട്ടോ. വെറും 89 രൂപയ്ക്ക് 1ാം ക്ലാസ് മുതൽ 4ാം ക്ലാസ് വരെയുള്ള എല്ലാ കൂട്ടുകാർക്കും ഇത്തരത്തിൽ എക്സാം റിലേറ്റഡ് ആയിട്ടുള്ള സ്പെഷ്യൽ ക്ലാസ്സുകളും അതോടൊപ്പം തന്നെ നിങ്ങളുടെ സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള ട്യൂഷൻ ക്ലാസ്സുകളും അവൈലബിൾ ആയിരിക്കും കേട്ടോ. അപ്പൊ താല്പര്യമുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ 8589823710 എന്ന വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. ഓക്കെ മക്കളെ, അപ്പൊ നിങ്ങളുടെ നാളത്തെ എക്സാമിന് പ്രധാനമായിട്ടും പഠിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ക്ലോക്കുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. അതായത് നമ്മുടെ ടൈമിന്റെ ഒരു ചാപ്റ്റർ ഉണ്ടല്ലേ നമുക്ക്, അപ്പൊ അതിന് മക്കൾക്ക് അറിയാം അല്ലെ, ഒരുപാട് ടൈമുകളൊക്കെ തന്നാലും മക്കൾക്ക് ക്ലോക്ക് വരയ്ക്കാൻ അറിയാം. ക്ലോക്കിൽ ടൈം തരികയാണെങ്കിൽ അത് ഏതാണ് സമയം എന്ന് എഴുതാനൊക്കെ മക്കൾ പഠിച്ചിട്ടുണ്ടായിരിക്കും അല്ലെ. ഇനി ഏതെങ്കിലും കൂട്ടുകാർക്ക് അത് സംശയം ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നോക്കിക്കോളും മക്കളെ. നമുക്ക് ആ ഒരു ഭാഗത്തുനിന്ന് ഷുവർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. നമുക്ക് മുൻ വർഷങ്ങളിലൊക്കെ ഈ ടൈമുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ വരാറുണ്ട്. അപ്പൊ മക്കൾക്ക് അതിൽ വരാവുന്ന ഒരു ചോദ്യം എന്ന് വെച്ചാൽ നമുക്ക് ആദ്യം ചെയ്യും ഒരു 2 or 3 ക്ലോക്കുകൾ തരും. ക്ലോക്കിൽ ഒരു സമയം ഉണ്ടായിരിക്കും കേട്ടോ. അപ്പൊ അത് ഏതാണ് സമയം എന്നുള്ളത് മക്കളോട് കണ്ടെത്തിയിട്ട് അവിടെ തന്നിട്ടുള്ള കോളത്തിൽ എഴുതാനായിട്ട് പറയും. എന്താണ് മക്കളെ, ക്ലോക്കിൽ എന്തെയും ഒരു സമയം തന്നിട്ടുണ്ടായിരിക്കും, അതിന്റെ ഒരു പിക്ചർ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ തരും. എന്നിട്ട് എത്രയാണ് ക്ലോക്കിലെ സമയം എന്നുള്ളത് മക്കൾ കറക്റ്റ് ആയിട്ട് എഴുതണം. അപ്പൊ മക്കൾ ശ്രദ്ധിക്കുക കേട്ടോ, ഹവർ ഹാൻഡ് എവിടെയാണ്, മിനിറ്റ് ഹാൻഡ് എവിടെയാണ്, സെക്കൻഡ് ഹാൻഡ് എവിടെയാണ് എന്നുള്ളതിൽ, അതായത് മണിക്കൂർ സൂചിയും മിനിറ്റ് സൂചി സെക്കൻഡ് സൂചിയൊക്കെ എവിടെയാണുള്ളത്, ഏത് നമ്പറിന്റെ മുകളിലാണ് ഉള്ളത് എന്നുള്ളത് മക്കള് കൃത്യമായിട്ട് നോക്കിയതിന് ശേഷം മാത്രം ആൻസർ ചെയ്യുക കേട്ടോ. അങ്ങനെ ഹവർ മാത്രമല്ല, ഹവറും മിനിറ്റും സെക്കൻഡും നമുക്ക് എഴുതാനായിട്ട് ചിലപ്പം വരും കേട്ടോ. 3 സൂചികൾ തരികയാണെങ്കിൽ അപ്പൊ സൂചികൾ തമ്മിൽ മാറിപ്പോകാതിരിക്കാനും മക്കൾ പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. ഓക്കെ മക്കളെ, അപ്പൊ ടൈമുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ഇത്തരത്തിലൊരു ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ മക്കൾ ചെയ്യലോ. ഒരു ക്ലോക്കിൽ ഒരു സമയം തരികയാണെങ്കിൽ അത് എത്രയാണ് സമയം എന്ന് എഴുതാനായിട്ട് മക്കൾക്ക് അറിയാലോ. അപ്പൊ വേഗം നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ക്ലാസ് കഴിഞ്ഞ ശേഷം നിങ്ങളുടെ വീട്ടിലുള്ള നിങ്ങളുടെ അമ്മമാരോ അല്ലെങ്കിൽ വീട്ടിലുള്ള മറ്റാരെങ്കിലും ഒക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ക്ലോക്കിൽ ഒന്നെങ്കിലും നിങ്ങൾക്ക് സമയം കാണിക്കും, അല്ലെങ്കിൽ മക്കൾക്ക് വരച്ച് കാണിച്ചു തരും. അപ്പൊ മക്കൾ എന്ത് ചെയ്യുക, ടൈം പറയാൻ പറ്റുന്നുണ്ടോ എന്നുള്ള കാര്യം ഒന്ന് ചെക്ക് ചെയ്യുക കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് ഈ ടൈമുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ, നമുക്ക് എന്ത് ചെയ്യും, ഒരു ടൈം തരും. എന്നിട്ട് അതിന്റെ ആ ഒരു ടൈമിലുള്ള ക്ലോക്ക് മക്കൾക്ക് സ്വയം വരയ്ക്കാനായിട്ടും പറയൂ കേട്ടോ. അപ്പൊ മക്കൾ എന്ത് ചെയ്യണം, സൂചിയൊക്കെ വരയ്ക്കുന്ന സമയത്ത് കൃത്യമായിട്ട് വരയ്ക്കുക കേട്ടോ. അപ്പൊ മക്കൾക്ക് നമ്മുടെ ചാനലിൽ മെമ്പർഷിപ്പ് എടുത്ത് ജോയിൻ ചെയ്ത കൂട്ടുകാർക്ക് മിസ് ഒരു വർക്ക് തരാം. മക്കൾ അതൊന്നും ചെയ്തിട്ട് നമ്മുടെ ഗ്രൂപ്പിലോട്ട് ഫോട്ടോ എടുത്ത് അയക്കണം കേട്ടോ. ഓക്കെ മക്കളെ, നിങ്ങൾക്കുള്ള സമയം ഇതാണ് 6 hour കേട്ടോ. 6 മണി അതുപോലെ തന്നെ 5 മിനിറ്റ് കേട്ടോ. 6 മണി 5 മിനിറ്റ് അതുപോലെ തന്നെ 18 സെക്കൻഡ്. 18 സെക്കൻഡ് ഈ ഒരു ടൈം മക്കൾ എല്ലാവരും എന്ത് ചെയ്യാം, ഏതെങ്കിലും ഒരു നോട്ട്ബുക്കിൽ വരച്ചിട്ട് മിസ്സിന് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലോട്ട് ഷെയർ ചെയ്ത് തരാം കേട്ടോ. നമ്മുടെ മെമ്പർഷിപ്പ് എടുത്തിട്ട് നമ്മുടെ ട്യൂഷന് ജോയിൻ ചെയ്ത കൂട്ടുകാർക്കുള്ള വർക്കാണ് കേട്ടോ. 6 മണി 5 മിനിറ്റ് 18 സെക്കൻഡ് എന്ന് പറയുന്ന സമയം ഒന്ന് എല്ലാവരും വരച്ചിട്ട് എന്ത് ചെയ്യാ, നമ്മുടെ ഗ്രൂപ്പിലോട്ട് ഫോട്ടോ എടുത്തിട്ട് അയക്കാം കേട്ടോ. ഓക്കെ മക്കളെ, അപ്പൊ സമയമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ അത്തരത്തിൽ വരും. അതുപോലെ തന്നെ നമുക്ക് സമയമായിട്ട് ബന്ധപ്പെട്ട് ട്രെയിനിന്റെ ക്വസ്റ്റ്യൻസ് വരാറുണ്ട് കേട്ടോ. അത് നമ്മുടെ ഒരു മുന്നത്തെ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ വീഡിയോ മിസ് ഇട്ട സമയത്ത് ടീച്ചർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. അപ്പൊ ആ വീഡിയോ മിസ് ഒന്നുകൂടി നമ്മുടെ ഗ്രൂപ്പിലോട്ട് ഷെയർ ചെയ്യാം. അപ്പൊ മക്കൾ എന്ത് ചെയ്യാം, അതൊന്ന് കാണാം. നമ്മുടെ ട്രെയിനുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ചോദ്യമൊക്കെ വരും കേട്ടോ. അതായത് ഒരു ട്രെയിൻ അല്ലെങ്കിൽ എന്തെങ്കിലും വെഹിക്കിൾ ആയിക്കോട്ടെ, കാറോ ബസ്സോ എന്തോ ആയിക്കോട്ടെ, നമ്മുടെ പുറപ്പെടുന്ന സമയം നമുക്ക് തരും. ഇത്ര സമയത്താണ് പുറപ്പെട്ടത്, അങ്ങനെയാണെങ്കിൽ എത്തിച്ചേർന്ന സമയം നമുക്ക് തരും. എന്നിട്ട് യാത്രയ്ക്ക് എടുത്ത സമയം എത്ര മണിക്കൂറാണ്, എത്ര സമയമാണ് യാത്രയ്ക്ക് എടുത്തത് എന്നുള്ള രീതിയിൽ ചോദിക്കും. ഇനി അതല്ല, ചിലപ്പോൾ നമുക്ക് പുറപ്പെട്ട സമയവും തരും, അതുപോലെ തന്നെ നമ്മൾ യാത്രയ്ക്ക് എടുത്ത സമയവും നമുക്ക് തരും. എന്നിട്ട് എപ്പോഴാണ് അവിടെ എത്തിച്ചേർന്നത് എന്ന് നമുക്ക് ചോദിക്കും. ഒരു എക്സാമ്പിൾ പറയണം, നമ്മളിപ്പോ വീട്ടിൽ നിന്ന് എന്ത് ചെയ്തു, രാവിലെ 10 മണിക്ക് എന്ത് ചെയ്യാണ്, നമ്മുടെ ബസ്സിൽ കയറിയിട്ട് നമ്മൾ ട്രാവൽ ചെയ്യാണ്. അപ്പൊ വേറൊരു സ്ഥലത്തേക്ക് നമ്മൾ ട്രാവൽ ചെയ്ത് പോവാണ്. അങ്ങനെ ബസ്സിൽ കയറി നമ്മൾ എന്ത് ചെയ്തു, ഒരു 11:30 ആവുന്ന സമയത്താണ് നമ്മൾ എന്ത് ചെയ്തത്, നമ്മുടെ ഡെസ്റ്റിനേഷനിൽ എത്തിച്ചേർന്നതെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മൾ യാത്രയ്ക്ക് എടുത്ത സമയം എത്രയാണ് മക്കളെ, എത്രയാണ് നമ്മൾ യാത്ര തുടങ്ങിയ സമയം നമുക്ക് അതിനറിയണം അല്ലെ. എത്ര മണിയാണ് നമ്മൾ പറഞ്ഞു, 10 AM നമ്മൾ എന്ത് ചെയ്തത്, യാത്ര സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ഓക്കെ,
ഏത് സമയത്താണ് നമ്മൾ എത്തിച്ചേർന്നിട്ടുള്ളത്? 11:30 നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്? അവിടെ നമ്മൾ എത്തിച്ചേർന്നത്. അപ്പൊ യാത്രയ്ക്ക് എടുത്ത സമയമാണ് നമ്മൾ എടുത്ത് കണ്ടെത്താൻ പറഞ്ഞത് അല്ലെ? ഓക്കെ മക്കളെ, അപ്പൊ നമുക്ക് ഇങ്ങനെ കണ്ടെത്താം. 10 മണിക്കാണ് നമ്മൾ യാത്ര തുടങ്ങിയിട്ടുള്ളത് അല്ലെ? ഓക്കെ, 10 എന്നുള്ള സമയം 11 മണിയാവാനായിട്ട് നമ്മൾ അവിടെ എത്ര മണിക്കൂർ എടുത്തിട്ടുണ്ട് മക്കളെ? 10 11 ആവാനായിട്ട് നമുക്ക് അറിയാം എത്ര ഹവർ ഉണ്ട്? 1 ഹവർ ഉണ്ട് അല്ലെ? ഓക്കെ, അങ്ങനെ 11 മണിയായി. 11 മണിക്ക് നമ്മൾ എത്തിയിട്ടുണ്ടോ? ഇല്ല, 11:30 എത്തിയത് അല്ലെ? അതായത് അതിലേക്ക് ഒരു അരമണിക്കൂർ കൂടി നമ്മൾ എന്തെങ്കിലും ആഡ് ചെയ്യണം. അപ്പൊ 1 ഹവറും 30 മിനിറ്റും ആണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്? യാത്രയ്ക്ക് എടുത്ത സമയം. അപ്പൊ ആ രീതിയിൽ മക്കൾക്ക് ആ ഒരു ടൈമുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻ വരാം കേട്ടോ. അപ്പൊ മക്കൾ എന്ത് ചെയ്യാം? ആ കാര്യം കൂടി ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. ഓക്കെ മക്കളെ, ദെൻ പിന്നെ മക്കൾക്ക് വരാവുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് പ്രൈസ് ലിസ്റ്റ് തന്നുകൊണ്ടുള്ള ചോദ്യം വരാം കേട്ടോ. പ്രൈസ് ലിസ്റ്റ് എന്ന് പറയുകയാണെങ്കിൽ വില വിവര പട്ടിക എന്നൊക്കെ പറയും. ചെറിയ ക്ലാസ്സുകളിലൊക്കെ നമ്മൾ മാത്സുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് അത്തരത്തിലുള്ള പ്രോബ്ലംസ് ഒക്കെ നമ്മുടെ എക്സാമിന് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പൊ മിസ് ഒരു ക്വസ്റ്റ്യൻ പറയാം. നിങ്ങൾ എന്ത് ചെയ്യാണ്? ഒരു കടയിൽ പോയതാണ്. മിസ് എന്ത് ചെയ്തു? ഒരു കടയിൽ പോയി കേട്ടോ. അപ്പൊ മിസ്സിന് കുറച്ച് ഡ്രസ്സുകളൊക്കെ മേടിക്കാനായിട്ട് പോയിട്ടുള്ളത്. അപ്പൊ എന്ത് ചെയ്തു? അവിടെയുള്ള മിസ് ഇവിടെ എഴുതാ കേട്ടോ. സാരിക്ക് എത്ര രൂപയാണ്? സാരിക്ക് 1500 രൂപയാണ് കേട്ടോ. 1500 റുപ്പീസ് ആണ് കേട്ടോ സാരിക്കുള്ളത്. അതുപോലെ തന്നെ ഷർട്ടിന് വരുന്നത് 850 രൂപയാണ്. 850 റുപ്പീസ് ആണ്. ഓർത്തിരിക്കുക, സാരിക്ക് വരുന്നത് 850 രൂപയും 1000 രൂപയും 1500 രൂപയും ഷർട്ടിന് വരുന്നത് 850 രൂപയും. ഇങ്ങനെയാണ് ആ ഒരു കടയിലുള്ള പ്രൈസ് ലിസ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ മിസ്സിന് എന്ത് വേണം? 2 സാരി വേണം. എന്താണ് മക്കളെ വേണ്ടത്? മിസ്സിന് 2 സാരിയും വേണം. അതുപോലെ തന്നെ 5 ഷർട്ടുകളും വേണം കേട്ടോ. എത്ര സാരിയാണ് വേണ്ടത്? 2 സാരിയും വേണം, 5 ഷർട്ടുകളാണ് മിസ്സിന് മേടിക്കേണ്ടത്. ഓർത്തിരിക്കണം കേട്ടോ. അങ്ങനെയാണെങ്കിൽ മിസ് ടോട്ടലി എത്ര രൂപ കടക്കാരന് കൊടുക്കണം എന്നതാണ് ചോദ്യം. മനസ്സിലായോ മക്കളെ? ഒരു കടയിൽ പോയപ്പോ അവിടുത്തെ പ്രൈസ് ലിസ്റ്റ് തന്നിട്ടുണ്ട്. സാരിയുടെ പ്രൈസ് എത്രയാന്ന് തന്നിട്ടുണ്ട്, ഷർട്ടിന്റെ പ്രൈസ് എത്രയാന്ന് തന്നിട്ടുണ്ട്. മിസ്സിന് വേണ്ടത് 2 സാരിയും അതുപോലെ തന്നെ 5 ഷർട്ടുമാണ് വേണ്ടത്. അങ്ങനെയാണെങ്കിൽ മിസ് ടോട്ടലി കടക്കാരന് എത്ര രൂപ കൊടുക്കണം എന്നതാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ എങ്ങനെ കണ്ടെത്തും മക്കളെ? ഈ 1500 പ്ലസ് 850 ചെയ്താൽ നമുക്ക് ആൻസർ കിട്ടോ? 1500 കൂട്ടണം 850 ചെയ്താൽ നമുക്ക് എന്താണ് കിട്ടുക? ഒരു സാരിയുടെയും ഒരു ഷർട്ടിന്റെയും ആകെ തുകയാണ് നമുക്ക് കിട്ടുക അല്ലെ? മിസ്സിന് എന്ത് വേണം? 2 സാരിയും വേണം, 5 ഷർട്ടും വേണം. അപ്പൊ നമ്മൾ ആദ്യം എന്ത് കണ്ടെത്തണം? 2 സാരി മേടിക്കാനായിട്ട് എത്ര രൂപയാവും എന്ന് കണ്ടെത്തണം. അതിനുശേഷം 5 ഷർട്ട് മേടിക്കാനായിട്ട് എത്ര രൂപയാവും എന്ന് കണ്ടെത്തണം അല്ലെ? എന്നിട്ട് ആ 2 സംഖ്യകൾ തമ്മിൽ നമ്മൾ എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. അത് തമ്മിൽ നമ്മൾ കൂട്ടുന്നതാണ് കടക്കാരന് കൊടുക്കേണ്ടതായിട്ടുള്ള തുക എന്ന് പറയുന്നത്. ക്ലിയർ ആയിട്ടുണ്ടോ? അപ്പൊ നമുക്ക് പോവാല്ലേ ആൻസറിലോട്ട്. നോക്കിക്കേ മക്കളെ, ഒരു സാരിക്ക് 1500 രൂപയാണ്. അങ്ങനെയാണെങ്കിൽ 2 സാരിയുടെ തുക കണ്ടെത്താനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? 2 പ്രാവശ്യം 1500 രൂപ തമ്മിൽ കൂട്ടണം അല്ലെ? 1500 എടുക്കണം. 2 പ്രാവശ്യം എഴുതി കൂട്ടുന്നതിന് പകരം നമുക്ക് എന്ത് ചെയ്താൽ മതി മക്കളെ? ഇൻറ്റു ചെയ്താൽ മതി. 1500 ഇൻറ്റു 2 ചെയ്താൽ മതി. 1500 ഗുണിക്കണം 2 ചെയ്താൽ മതി. മൾട്ടിപ്ലിക്കേഷൻ ഒക്കെ എല്ലാ കൂട്ടുകാർക്കും അറിയുന്നതായിരിക്കും. ഇനി സംശയമുള്ളവരുണ്ടെങ്കിൽ വേഗം പഠിച്ചോട്ടെ മക്കളെ. ഓക്കെ, അപ്പം 2 ഇൻറ്റു 0 എന്ന് പറഞ്ഞാൽ എത്രയാണ് മക്കളെ? 2 ഗുണിക്കണം 0 എന്ന് പറയുന്നത് 0. 2 ഇൻറ്റു 0 അഗെയിൻ 0. ദെൻ 5 ഇൻറ്റു 2 അല്ലെ? 5 ഗുണിക്കണം 2 10 ആണ്. 0 നമ്മൾ എഴുതി. ബാലൻസ് 1 നെക്സ്റ്റ് ഡിജിറ്റിന് കൊടുത്തു. ദെൻ 2 ഇൻറ്റു 1 എന്ന് പറയുന്നത് എത്രയാണ് മക്കളെ? 2 ആണ്. 2 പ്ലസ് 1 എന്ന് പറയുന്നത് 3 ആണ്. അപ്പൊ നമുക്ക് എത്ര കിട്ടി മക്കളെ? 2 സാരി മേടിക്കാനായിട്ട് എത്ര രൂപയായി? യെസ്, 3000 റുപ്പീസ് ആയില്ലേ? 3000 രൂപ. ഇനി മിസ് എന്താ പറഞ്ഞിട്ടുള്ളത്? യെസ്, 5 ഷർട്ടാണ് അല്ലെ? അപ്പൊ ഒരു ഷർട്ടിന് 850 രൂപയാണ്. അപ്പൊ 5 ഷർട്ട് മേടിക്കാനായിട്ട് എത്ര രൂപയാവും മക്കളെ? അത് കണ്ടെത്താൻ നമ്മൾ എന്ത് ചെയ്യണം? 5 തവണ നമ്മൾ 850 കൂട്ടണം അല്ലെ? അതിന് പകരം നമ്മൾ എന്ത് ചെയ്താൽ മതി? യെസ്, 850 ഇൻറ്റു 5 എന്ന് ചെയ്താൽ മതി അല്ലെ? 850 ഗുണിക്കണം 5 ചെയ്താൽ മതി അല്ലെ? ഓക്കെ, 5 ഇൻറ്റു 0 0. 5 ഇൻറ്റു 5 5 ഗുണിക്കണം 5 എത്രയാണ്? 25 ആണ് അല്ലെ? 25 5 ഇവിടെ എഴുതി. ബാലൻസ് 2 നെക്സ്റ്റ് ഡിജിറ്റിന്റെ കൊടുത്തു. ദെൻ 8 ഇൻറ്റു 5 8 ഗുണിക്കണം 5 എത്രയാ മക്കളെ? എത്രയാണ്? 40 ആണ് അല്ലെ? 40 പ്ലസ് 2 എത്രയാണ്? 42. ഓക്കെ മക്കളെ, അപ്പൊ നമുക്ക് എത്ര കിട്ടി? 4215 കിട്ടി. അതുപോലെ തന്നെ 3000 ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അല്ലെ? ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യണം? ടോട്ടൽ എത്രയാണ് എന്നുള്ളത് നമുക്ക് കണ്ടെത്തണം അല്ലെ? അതിനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? സാരി വാങ്ങിയപ്പോഴുള്ള ആകെ തുക 3000 പ്ലസ് എന്ത് ചെയ്യണം? 4250 ചെയ്യണം അല്ലെ? 4250 ചെയ്യണം. ഓക്കെ മക്കളെ,
അപ്പൊ നോക്കിക്കേ, നമുക്ക് ആഡ് ചെയ്യാം അല്ലെ. ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, ഒന്നിന്റെ സ്ഥാനത്തെ സംഖ്യകൾ തമ്മിലാണ് ആഡ് ചെയ്യേണ്ടത് അല്ലെ. ഓക്കെ, നോക്കിക്കേ ഏതൊക്കെയാണ്? 0 + 0 എത്രയാണ് മക്കളെ? 0 ആണ്. എഗെയിൻ 0 + 5 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 5. then 0 + 2 2 ആണ്. 4 + 3 4 കൂട്ടണം 3 എത്രയാണ്? 7 ആണ് ആൻസർ വരുന്നത് അല്ലേ. ഓക്കെ, അപ്പൊ നമുക്ക് എത്ര കിട്ടും മക്കളെ ആൻസർ? 7215. എത്രയാണ് മക്കളെ? 7215 എന്ന് കിട്ടി. 7250 രൂപയാണ് മിസ് എന്ത് ചെയ്യേണ്ടത്? ടോട്ടല് ആ ഒരു കടക്കാരന് കൊടുക്കേണ്ടത് അല്ലേ. അപ്പൊ മിസ് എന്ത് ചെയ്തു? ബാഗിൽ നിന്നൊക്കെ പൈസ എടുത്തിട്ട് കടക്കാരന് കൊടുത്തു. മിസ് എത്രയാണ് കൊടുത്തത്? 7500 രൂപയാണ് എന്ത് ചെയ്തത്? മിസ് കടക്കാരന് കൊടുത്തത്. ചില്ലറയില്ലായിരുന്നു, അതുകൊണ്ട് എന്ത് ചെയ്തു മിസ്? 7250 കൊടുക്കുന്നതിന് പകരം 7500 രൂപ എന്ത് ചെയ്തു? കടക്കാരന് കൊടുത്തു. അങ്ങനെയാണെങ്കിൽ കടക്കാരൻ ബാലൻസ് മിസ്സിന് തരണ്ടേ? തരണല്ലോ. എത്ര രൂപ തന്നിട്ടുണ്ടായിരിക്കും ബാക്കി? കണ്ടെത്താൻ എന്താ മക്കളെ നമ്മൾ ചെയ്യേണ്ടത്? മിസ് കൊടുത്തിട്ടുള്ള തുകയിൽ നിന്ന് അവിടെ നമുക്ക് ടോട്ടൽ മിസ്സിനായിട്ടുള്ള ആ ഒരു എമൗണ്ട് എന്ത് ചെയ്യണം? ആഡ് ചെയ്യാണോ മൈനസ് ചെയ്യാണോ? യെസ്, ബാക്കി കാണാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? മൈനസ് ചെയ്യാണ് വേണ്ടത്. അതായത് 7500 മൈനസ് 7250 അല്ലേ, 7250 ചെയ്യണം. ഓക്കെ മക്കളെ, അപ്പൊ 4 ഡിജിറ്റിന്റെ അഡീഷനും സബ്സ്ട്രാക്ഷനും ഒക്കെ മക്കൾ നന്നായിട്ട് പഠിച്ചിട്ട് പോയിക്കോളും മക്കളെ. ഒത്തിരി നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് ചോദിച്ചിട്ടില്ലെങ്കിലും ഒരുപാട് പ്രോബ്ലംസിൽ നിങ്ങൾക്ക് അത് അപ്ലൈ ചെയ്യാനായിട്ടുണ്ടായിരിക്കും. അപ്പം ആഡ് ചെയ്യാനും മൈനസ് ചെയ്യാനും ഒക്കെ പ്രയാസമുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ നന്നായിട്ട് തന്നെ നോക്കിയിട്ട് പോകണം കേട്ടോ. ഓക്കെ മക്കളെ, അപ്പൊ നമുക്ക് മൈനസ് ചെയ്യാം അല്ലേ. 0 - 5 0 - 0 0 ആണ്. 0 - 5 ചെയ്യാനായിട്ട് പറ്റുമോ മക്കളെ? ഇല്ല. തൊട്ടടുത്ത നമ്പറിൽ നിന്ന് നമ്മൾ ഇവിടേക്ക് ഒന്ന് ചെയ്യുന്ന സമയത്ത് ഇവിടെ എത്രയായിട്ട് മാറി? 10 ആയിട്ട് മാറി. ഈ 5 4 ആയിട്ട് മാറി അല്ലെ. ഓക്കെ, 10 - 5 എന്ന് പറഞ്ഞാൽ 5 ആണെന്ന് നമുക്കറിയാം. then 4 - 2 എന്ന് പറഞ്ഞാൽ 2 ആണ്. then 7 - 7 എന്ന് പറഞ്ഞാൽ 0 ആണ്. എഴുതേണ്ട ആവശ്യമില്ല. അപ്പൊ നമുക്ക് എത്ര കിട്ടി മക്കളെ? 250 250 കിട്ടി. ഓക്കെ, അപ്പൊ 250 കിട്ടി. അതായത് മിസ്സിന് കടക്കാരന് എത്ര രൂപ ബാക്കി തരണം മക്കളെ? 250 രൂപ ബാലൻസ് തരണം. ക്ലിയർ ആയിട്ടുണ്ടല്ലോ. അപ്പം ഇത്രയും ചെയ്താലേ മക്കൾ ആൻസറിലോട്ട് എത്തുള്ളൂ. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യം എന്ത് കണ്ടുപിടിച്ചു? മിസ് എത്ര രൂപയ്ക്കാണ് സാധനം മേടിച്ചതെന്ന് കണ്ടുപിടിച്ചു. പിന്നെ അതിനുശേഷം എന്ത് കണ്ടുപിടിച്ചു മക്കളെ? കടക്കാരന് എത്ര രൂപ മിസ്സിന് ബാലൻസ് തരണം എന്നുള്ള രീതിയിലും നമ്മൾ കണ്ടെത്തി അല്ലെ. ക്ലിയർ ആയിട്ടുണ്ടല്ലോ. ഇനി നമുക്ക് അടുത്ത ഒരു ചോദ്യത്തിലോട്ട് പോവാം അല്ലെ. മക്കൾക്ക് പിന്നെ നിങ്ങളുടെ എക്സാമിന് ഉണ്ടാവുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് പാറ്റേൺ പൂർത്തിയാക്കുക എന്നുള്ള രീതിയിലുള്ള ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും കേട്ടോ. എന്താണ് മക്കളെ? പാറ്റേൺ പൂർത്തിയാക്കുക എന്നുള്ള ക്വസ്റ്റ്യൻ ഉണ്ട് കേട്ടോ. പാറ്റേൺ എന്നൊക്കെ പറയുന്ന സമയത്ത് ചെറിയ പാറ്റേൺ ആയിരിക്കില്ല, 4 അക്ക സംഖ്യകൾ ഉൾപ്പെടുത്തിയിട്ട് അല്ലെ 4 ഡിജിറ്റ് നമ്പേഴ്സ് ഉപയോഗിച്ചുകൊണ്ടുള്ള പാറ്റേൺ ആയിരിക്കും മക്കൾക്ക് ഉണ്ടായിരിക്കുക. ചിലപ്പോൾ നിങ്ങൾക്ക് ചിത്ര പാറ്റേൺ ചിലപ്പോൾ തരുമായിരിക്കും കേട്ടോ. അധികവും നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടുവരാറുള്ളത് 4 അക്ക സംഖ്യകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള പാറ്റേൺസ് ആണ്. അപ്പൊ നോക്കിക്കേ മക്കളെ, മിസ് ഇവിടെ ഒരു പാറ്റേൺ എഴുതാം. നോക്കിക്കേ, 2140 2140 3240 3240 then 4340 4340. നെക്സ്റ്റ് ഉള്ള 2 ഡിജിറ്റ്സ് ആണ് നമുക്ക് കണ്ടെത്തേണ്ടത്. എങ്ങനെയാണ് മക്കളെ? നമ്മൾ ഒരു പാറ്റേൺ തരുവാണെങ്കിൽ അതിലുള്ള അടുത്ത സംഖ്യ കണ്ടെത്താനായിട്ട് നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? രണ്ട് സംഖ്യകൾക്കിടയിലുള്ള ഡിഫറൻസ് എത്രയാണ് അല്ലെ, അഥവാ വ്യത്യാസം എത്ര എന്നുള്ളത് നമ്മൾ ആദ്യം കണ്ടെത്തണം. ഇവിടെ നോക്കിക്കേ മക്കളെ, 2140 അതുപോലെ 3240 ഈ രണ്ട് സംഖ്യകൾ തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് 1100 ആണ് കേട്ടോ. അതായത് 1100 ആണ്. എങ്ങനെയാ ഡിഫറൻസ് കാണാം മക്കളെ? ഈ വലിയ നമ്പറിൽ നിന്ന് സ്മോളസ്റ്റ് നമ്പർ എന്ത് ചെയ്താൽ മതി? കുറച്ചാൽ മതി അല്ലെ. 3240 മൈനസ് 2140 ആണ് അല്ലെ. മൈനസ് ചെയ്ത് നോക്കിക്കേ മക്കളെ. 0 - 0 0 4 - 4 0 2 - 1 1 3 - 1 എന്ന് പറയുന്നത് എത്രയാണ്? 1100 ആണ്. അതായത് 1100 ആണ് അല്ലെ. ഓക്കെ, സെയിം ഈ രണ്ട് നമ്പേഴ്സ് തമ്മിലുള്ള ഡിഫറൻസും എത്രയാണ്? 1100 ആണ്. അതിനർത്ഥം അടുത്ത ഒരു സംഖ്യ വരുന്ന സമയത്ത് ആ ഒരു നമ്പറും ഈ ഒരു നമ്പറും തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണെന്നാണ് മക്കളെ? 1100 ആണ്. അപ്പൊ ആ ഒരു സംഖ്യ കണ്ടെത്താനാണ് നമ്മൾ എന്ത് ചെയ്താൽ മതി? നമ്മുടെ ഈ ഒരു സംഖ്യാ പാറ്റേൺ നമുക്ക് അവസാനം തന്നിട്ടുള്ള നമ്പറിലോട്ട് ഈ 1100 നമ്മൾ എന്ത് ചെയ്യണം മക്കളെ? ആഡ് ചെയ്താൽ നമുക്ക് ആൻസറിലോട്ട് എത്താനായിട്ട് പറ്റും. ക്ലിയർ ആയിട്ടുണ്ടല്ലോ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? 4340 നമ്മൾ എന്ത് ചെയ്യണം മക്കളെ? 1100 നമ്മൾ ആഡ് ചെയ്യണം അല്ലെ. ഓക്കെ മക്കളെ, അപ്പൊ നമുക്ക് എത്ര കിട്ടും? 5440 എന്ന് കിട്ടും അല്ലെ.
ദെൻ നെക്സ്റ്റ് നമുക്ക് എത്ര കിട്ടും 6540 എന്ന് കിട്ടും അല്ലെ 6540 എന്ന് കിട്ടും. മനസ്സിലായിട്ടുണ്ടോ മക്കളെ? നിങ്ങൾ ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്ത് നോക്കുക കേട്ടോ. അപ്പം ഇതേ രീതിയിലാണ് ഈ ഒരു പാറ്റേൺ കണ്ടിന്യൂ ചെയ്ത് പോകുന്നത്. ഓക്കെ, ഇതുപോലെ തന്നെ നെക്സ്റ്റ് മറ്റൊരു പാറ്റേൺ കൂടി തരാം. മക്കൾ സ്വയം ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കിക്കേടാ. നോക്കിക്കേ 3452 3852 4252. ഓക്കെ, ബാക്കി രണ്ട് നമ്പേഴ്സ് ഒന്ന് വേഗം ഫൈൻഡ് ചെയ്ത് എല്ലാവരും. 3452, 3852, 4252. ബാക്കി രണ്ട് നമ്പേഴ്സ് ഒന്ന് കണ്ടെത്തിക്കേ. ആദ്യം നമ്മൾ പാറ്റേൺ വരികയാണെങ്കിൽ എന്ത് ചെയ്യണം എന്ന് മിസ് പറഞ്ഞു? രണ്ട് നമ്പേഴ്സിന്റെയും ഇടയിലുള്ള ഡിഫറൻസ് അല്ലെ, വ്യത്യാസം എത്രയാണ് നമ്മൾ വേണ്ടത്. ഓക്കെ മക്കൾ, ഇവിടെ ഡിഫറൻസ് വരുന്നത് മക്കൾ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് ആൻസർ ചെയ്ത് നോക്കുക. അടുത്ത് നമ്മുടെ കമന്റ് ബോക്സിൽ പറയണേ. ഓക്കെ, അപ്പൊ ഈ രണ്ട് നമ്പേഴ്സ് തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ്? 400 ആണ്. ഈ രണ്ട് നമ്പേഴ്സ് തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ്? 400 ആണ്. അപ്പൊ നെക്സ്റ്റ് വരുന്ന നമ്പർ കണ്ടെത്താനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് ലാസ്റ്റ് നമുക്ക് ഈ ഒരു നമ്പറിലോട്ട് വീണ്ടും 400 നമ്മൾ ആഡ് ചെയ്യണം അല്ലെ. അപ്പൊ നമുക്ക് ആൻസർ കിട്ടുക 4652 കിട്ടും. അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഡിജിറ്റ് എന്ന് പറയുന്നത് 5052 എന്ന് കിട്ടും. മനസ്സിലായോ മക്കളെ? അപ്പൊ നിങ്ങളൊന്ന് ആഡ് ചെയ്ത് നോക്കുക. മക്കൾക്ക് കിട്ടിയിട്ടുള്ള ആൻസർ ഇത് തന്നെയാണോ എന്നുള്ളത് ഒന്ന് കൺഫേം ചെയ്യാം കേട്ടോ. ഓക്കെ മക്കളെ, അപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകുന്നതിന് മുന്നേ ആയിട്ട് എല്ലാ മക്കളും വീഡിയോ കണ്ടോണ്ടിരിക്കുന്ന എല്ലാ കൂട്ടുകാരും പെട്ടെന്നൊന്ന് വീഡിയോ ലൈക്ക് ചെയ്ത് മക്കളെ ലൈക്ക് ചെയ്ത്. അതുപോലെ തന്നെ മാത്സ് സബ്ജക്ട് മക്കൾക്ക് ഇഷ്ടമാണെങ്കിൽ നമ്മുടെ കമന്റ് ബോക്സ് പറയാം കേട്ടോ, നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള സബ്ജക്ട് ഏതാന്നുള്ളത്. അപ്പൊ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന കൂട്ടുകാരൊക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകുന്നതിന് മുന്നേ പെട്ടെന്ന് വീഡിയോ ലൈക്ക് ചെയ്തോ മക്കളെ. ഓക്കെ, അപ്പൊ അടുത്തതായിട്ട് കൂട്ടുകാർക്കുള്ള ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 4 അക്ക സംഖ്യകൾ ആഡ് ചെയ്യാനായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അപ്പൊ ടീച്ചർ ഇതാ ഇവിടെ 2 കണക്കുകൾ എഴുതിയിട്ടുണ്ട്. അപ്പം ആഡ് ചെയ്യാൻ പ്രത്യേകിച്ച് മിസ് പറയേണ്ട ആവശ്യമൊന്നുമില്ല. ചിലപ്പോൾ നിങ്ങൾക്ക് ഇതിന്റെ തുക കാണുക എന്നുള്ള രീതിയിൽ ഡയറക്റ്റ് ആയിട്ടും വരാം കേട്ടോ. അപ്പൊ മക്കള് വീഡിയോ പോസ്റ്റ് ചെയ്ത് വെച്ചിട്ട് വേഗം ഇതിന്റെ ആൻസർ ഒന്ന് ചെയ്തതിനു ശേഷം നമ്മുടെ കമന്റ് ബോക്സ് പറഞ്ഞ് വീഡിയോ പോസ്റ്റ് ചെയ്തോ മക്കളെ, എന്നിട്ട് വേഗം ചെയ്യാം കേട്ടോ. ഓക്കെ, അതിനുശേഷം മക്കള് വീഡിയോ പ്ലേ ചെയ്യാം കേട്ടോ. മിസ് ഇവിടെ ആൻസർ കണ്ടെത്താം. നോക്കിക്കേ മക്കളെ, നമുക്ക് 8432 പ്ലസ് 1569 തമ്മിൽ എന്ത് ചെയ്യാണ്? ആഡ് ചെയ്യാണ് വേണ്ടത് അല്ലെ. 8432 കൂട്ടണം 1569 ചെയ്യേണ്ടത് അല്ലെ. ഓക്കെ മക്കളെ, അപ്പൊ നമുക്ക് ആദ്യം എന്ത് ചെയ്യണം? 2 പ്ലസ് 9 ആണ് ചെയ്യേണ്ടത് അല്ലെ. 2 കൂട്ടണം 9 എത്രയാണ്? 11 ആണ്. അപ്പൊ 1 എഴുതി ബാലൻസ് 1 നമ്മൾ നെക്സ്റ്റ് ഡിജിറ്റിന് കൊടുത്തു. 6 പ്ലസ് 3 എന്ന് പറഞ്ഞാൽ 9 ആണ്. 9 പ്ലസ് 1 എന്ന് പറഞ്ഞാൽ 10 ആണ്. അപ്പൊ 0 എഴുതി ബാലൻസ് 1 നെക്സ്റ്റ് ഡിജിറ്റിന് കൊടുത്തു. ദെൻ 4 പ്ലസ് 1 എന്ന് പറഞ്ഞാൽ 5 ആണ്. 5 പ്ലസ് 5 10 ആണ്. 0 എഴുതി ബാലൻസ് 1 നെക്സ്റ്റ് ഡിജിറ്റിന് കൊടുത്തു. 8 പ്ലസ് 1 9 ആണ്. 9 പ്ലസ് 1 10 ആണ്. അപ്പൊ നമുക്ക് എത്ര ആൻസർ കിട്ടി മക്കളെ? നോക്കിക്കേ, എല്ലാവർക്കും ഇതാണ് ആൻസർ കിട്ടിയത്. നോക്കിക്കേ, അതേപോലെ നെക്സ്റ്റ് ഇതിലോട്ട് പോവാണെങ്കിൽ 2345 പ്ലസ് 7234 ആണ് ചെയ്യേണ്ടത് അല്ലെ. 5 കൂട്ടണം 4 9, 4 കൂട്ടണം 3 7, 3 കൂട്ടണം 2 5, 7 കൂട്ടണം 2 എന്ന് പറഞ്ഞാൽ 9, 9579. ഇതാണോ രണ്ടിന്റെ ആൻസർ മക്കൾക്ക് ഇതാണോ കിട്ടിയത് നോക്കിക്കേ. രണ്ടും ശരിയായിട്ടുള്ളവര് നമ്മുടെ കമന്റ് ബോക്സ് പറയാട്ടോ മക്കളെ. ഓക്കെ മക്കളെ, ക്ലിയർ ആയിട്ടുണ്ടല്ലോ. അപ്പം ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യനും മക്കൾക്ക് വരും കേട്ടോ. ഇനി വേണമെങ്കിൽ കൂടുതൽ ക്വസ്റ്റ്യൻ മിസ് വേണമെങ്കിൽ നമ്മുടെ ഗ്രൂപ്പിലോട്ട് ഷെയർ ചെയ്യാം കേട്ടോ. ഓക്കെ മക്കളെ, ദെൻ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. പിന്നെ മക്കൾക്ക് വരാവുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നതാണ് രൂപയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് വരും കേട്ടോ. ഓക്കെ, അപ്പൊ അതിലോട്ട് പോകുന്നതിന് മുന്നേറ്റ് മക്കൾക്ക് മറ്റൊരു കാര്യം കൂടി പറയാം. ടീച്ചർ ഇവിടെ കുറച്ച് ഓപ്ഷൻസ് എഴുതാം കേട്ടോ. ഇവിടെ കുറച്ച് നമ്പേഴ്സ് എഴുതാം. 30, 45, 51, 100. ഓക്കെ, ഇതില് ഈ തന്നിട്ടുള്ള നമ്പേഴ്സിൽ 5ന്റെ മൾട്ടിപ്പിൾ അല്ലാതെ വരുന്ന സംഖ്യ ഏതാന്ന് കണ്ടെത്തിയിട്ട് അതിന് ടിക്ക് ചെയ്യാനാണ് കേട്ടോ. അപ്പൊ ഏതൊക്കെയാ നമ്പർ തന്നിട്ടുള്ളത്? 30, 45, 51 ആൻഡ് 100. ഇതില് 5ന്റെ മൾട്ടിപ്പിൾ 5ന്റെ ഗുണിതമല്ലാത്ത സംഖ്യ ഏതാന്നാ ചോദിച്ചിട്ടുള്ളത്. ഓക്കെ മക്കളെ, 5ന്റെ ടേബിൾ ചൊല്ലുമ്പോൾ നമുക്കറിയാം 30 അതിൽ വരുന്നതാണ്, 45 അതിൽ വരുന്നതാണ്, ദെൻ 50 അതിൽ വരുന്നുണ്ട്. പക്ഷെ 51 വരുമോ മക്കളെ? ഇല്ല. 5 വീതം ആഡ് ചെയ്ത് പോരുന്ന സമയത്ത് യാതൊരു കാരണവശാലും 1 അതിൽ വരുന്നില്ല അല്ലെ. അപ്പൊ 51 അതിൽ വരില്ല. അപ്പൊ അതാണ് റോങ് ആൻസർ. 100 ഓഫ് കോഴ്സ് അതിൽ വരും.
അപ്പൊ 5ന്റെ മൾട്ടിപ്പിൾ അല്ലാത്ത നമ്പർ ഏതാണ് ഇവിടെ? 51 ആണ് വരുന്നത്. ഓക്കെ, ഇനി അതുപോലെ മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കിക്കേ മക്കളെ. ഒരു പാക്കറ്റ് നമ്മൾ എന്ത് ചെയ്യാണ്? ഒരു പൊട്ട് മേടിക്കുക കേട്ടോ. കടയിൽ പോയിട്ട് എന്ത് ചെയ്യാണ്? ഒരു പാക്കറ്റ് പൊട്ട് വാങ്ങിക്കാണ്. ഒരു പാക്കറ്റിന് 9 രൂപയാണ് കേട്ടോ. ഒരു പാക്കറ്റിന് എത്രയാണ്? 9 രൂപയാണ്. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യാണ്? ഒരു കടയിൽ പോയിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്? 12 പാക്കറ്റ് പൊട്ട് മേടിക്കാണ്ട്. എത്രയാണ് മേടിക്കുന്നത് മക്കളെ? 12 പാക്കറ്റ് പൊട്ടാണ് മേടിക്കുന്നത്. ഒന്നല്ല, 12 പാക്കറ്റ് പൊട്ട് നമ്മൾ മേടിച്ചു. ഓക്കെ, അപ്പൊ എന്ത് ചെയ്തു? ഒരു പൊട്ടിന് എത്ര രൂപയാണെന്ന് മിസ് പറഞ്ഞു. ഒരു പൊട്ടിന് എത്ര രൂപയാണ് മക്കളെ? ഒരു പാക്കിന് എത്ര രൂപയാണ്? 9 രൂപയാണ് അല്ലെ? ഒരു പാക്കിന് എത്ര രൂപയാണ്? 9 രൂപയാണ്. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ എത്ര രൂപയായിരിക്കും മക്കളെ നമുക്ക് 12 പൊട്ട് അല്ലെങ്കിൽ 12 പാക്ക് പൊട്ട് മേടിക്കാനായിട്ടാവുക? ഒരു പാക്കിന് എത്ര രൂപയാണ്? 9 രൂപയാണ് അല്ലെ? അത്തരത്തിൽ 12 പാക്കുകളാണ് നമ്മൾ മേടിക്കുന്നത്. കണ്ടെത്താനായിട്ട് എന്ത് ചെയ്താൽ മതി മക്കളെ? 12 into 9 ചെയ്താൽ മതി അല്ലെ? 12 ഗുണിക്കണം 9 ചെയ്താൽ മതി അല്ലെ? 9 into 2 എത്രയാണ്? 18 ആണ്. അപ്പൊ 8 എഴുതിയില്ലേ? 18 ആയതുകൊണ്ട് 8 എഴുതി. ബാലൻസ് 1 നെക്സ്റ്റ് ഡിജിറ്റിന് കൊടുത്തു. 1 into 9 എന്ന് പറയുന്നത് 9 ആണ്. 9 plus 1 എത്രയാണ്? 10. അപ്പൊ നമുക്ക് എത്ര കിട്ടി? 108 എന്ന് കിട്ടി അല്ലെ? 108 എന്ന് കിട്ടി. അപ്പൊ ആകെ എത്രയാണ് മക്കളെ? 108 രൂപയാണ് ആവുക. ക്ലിയർ ആയിട്ടുണ്ടല്ലോ? ഓക്കെ, അതിൽ തന്നെയുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കിക്കേ മക്കളെ. ഒരു സ്കൂളിൽ 45 മുറികളുണ്ട് കേട്ടോ. ഏകദേശം ഇതേ പാറ്റേണിൽ തന്നെ ചെയ്യേണ്ടതാണ്. ഒരു സ്കൂളിൽ എന്താണ്? 45 മുറികളുണ്ട് കേട്ടോ. മിസ്സിനോടൊപ്പം വർക്ക്ഔട്ട് ചെയ്യുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? നിങ്ങൾ വേണമെങ്കിൽ മിസ് ക്വസ്റ്റ്യൻ പറഞ്ഞതിന് ശേഷം വീഡിയോ ഒന്ന് പോസ് ചെയ്ത് വെച്ചിട്ട് ഒന്ന് ആൻസർ ചെയ്യുക കേട്ടോ. അതിനുശേഷം മക്കൾ നോക്കുന്നത് കുറച്ചുകൂടി എഫക്റ്റീവ് ആയിരിക്കും. അപ്പൊ എന്ത് ചെയ്യാണ്? ഒരു സ്കൂളിൽ 45 റൂമുകളാണുള്ളത് കേട്ടോ. ഒരു സ്കൂളിൽ 45 മുറികളുണ്ട്. ഓരോ മുറിയിലേക്കും 10 പേനകൾ വീതം വേണം. ഓരോ ക്ലാസ് മുറിയിലേക്കും എന്ത് വേണം മക്കളെ? 10 പേനകൾ വീതം വേണം. അങ്ങനെയാണെങ്കിൽ ആകെ എത്ര പേനകളാണ് ആവശ്യം എന്നാണ് ചോദിച്ചിട്ടുള്ളത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. 45 ക്ലാസ്സുകളാണുള്ളത്. ഒരു ക്ലാസ്സിലേക്ക് 10 പേന വീതം വേണം. കണ്ടെത്താനായിട്ട് എന്ത് ചെയ്താൽ മതി മക്കളെ? സെയിം 45 into 10 ചെയ്താൽ മതി അല്ലെ? 45 ഗുണിക്കണം 10 എത്രയാണ് മക്കളെ? 5 into 0 0 ആണ്. 4 into 0 0. 5 into 1 5. 4 into 1 4. അപ്പൊ ആഡ് ചെയ്ത് നോക്കിക്കേ മക്കളെ. 0 5 4. അപ്പൊ നമുക്ക് എത്ര ആൻസർ കിട്ടി? 450 അല്ലെ? 450 എന്ന് ആൻസർ കിട്ടി. ക്ലിയർ ആയിട്ടുണ്ടോ മക്കളെ? ഇനി അതുപോലെ മറ്റൊരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. മിസ്, ഒരു ഗ്ലാസിന് എത്ര രൂപയാണ്? 5 രൂപയാണ് കേട്ടോ. ഒരു ഗ്ലാസിന് എത്രയാണ്? 5 rupees ആണ്. അങ്ങനെയാണെങ്കിൽ ഒരു ഡസൻ ഗ്ലാസിന് എത്ര രൂപയാണ് ചോദിക്കുന്നത്? ഒരു ഡസൻ ഗ്ലാസിന് എത്ര രൂപയായിരിക്കും ചോദിക്കുന്നത്. ഒരു ഗ്ലാസിന് 5 രൂപയാണെങ്കിൽ ഒരു ഡസൻ ഗ്ലാസിന് എത്ര രൂപയാണ് മക്കളെ? അപ്പൊ നമ്മൾ ആദ്യം എന്തറിഞ്ഞിരിക്കണം? ഒരു ഡസൺ എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളത് മക്കൾക്ക് അറിയണം. ഒരു ഡസൺ എന്ന് പറഞ്ഞാൽ 12 എണ്ണമാണ് കേട്ടോ. 12 എണ്ണമാണ് എന്തെന്ന് പറയുന്നത്? ഒരു ഡസൺ എന്ന് പറയുന്നത്. അപ്പൊ നമുക്കറിയാം 1 5 rupees ആണെങ്കിൽ 12 എണ്ണത്തിന് എത്രയാ? 12 into 5 ചെയ്യുക. 5 into 2 10 ആണ്. ബാലൻസ് 1. 5 into 1 5 ആണ്. 5 plus 1 എത്രയാണ്? 6 ആണ്. അപ്പൊ എത്രയാണ്? 60 എന്ന് കിട്ടൂ അല്ലെ? അതായത് 12 ഗ്ലാസിന് എത്ര രൂപയാവും? 60 രൂപയാവും. ക്ലിയർ ആയിട്ടുണ്ടോ മക്കളെ? ഓക്കെ, നമുക്ക് മിസ് നേരത്തെ പറഞ്ഞല്ലോ, നോട്ടുകളുമായിട്ട് രൂപയുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ചോദ്യം മക്കൾക്ക് ഷുവർ ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ മിസ് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം. 5000 രൂപ 5000 രൂപയില് 5000 രൂപയുണ്ട് മിസ്സിന്റെ കയ്യില്. അപ്പം എല്ലാം എന്താണ്? 100ന്റെ നോട്ടുകളാണ് മിസ്സിന്റെ എടുത്തിട്ടുള്ളത് കേട്ടോ. എത്ര രൂപയാണ് മിസ്സിന്റെ കയ്യിലുള്ളത്? 5000 rupees ആണുള്ളത്. എല്ലാം എത്ര രൂപയുടെ നോട്ടാണ് മക്കളെ? 100 രൂപയുടെ നോട്ടാണ് മിസ്സിന്റെ കയ്യിലുള്ളത്. അങ്ങനെയാണെങ്കിൽ മിസ്സിന്റെ കയ്യില് എത്ര 100 രൂപ നോട്ടുകൾ ഉണ്ട് എന്നതാണ് ചോദ്യം കേട്ടോ. ഒന്ന് കണ്ടെത്താൻ പറ്റുമോ നോക്കിക്കേ മക്കളെ. എല്ലാവരും വീഡിയോ ഒന്ന് പോസ് ചെയ്ത് വെച്ചിട്ട് കണ്ടെത്താൻ പറ്റുമോ നോക്കിക്കേ. മിസ്സിന്റെ കയ്യിൽ 5000 rupees ഉണ്ട്. എല്ലാ നോട്ട്സും ഏതാണ്? 100 ആണ് അല്ലെ? 100ന്റെ നോട്ടുകളാണ്. അങ്ങനെയാണെങ്കിൽ എത്ര നോട്ടുകൾ വേണം? എത്ര നോട്ടുകൾ വേണം മക്കളെ? അത് കണ്ടായിട്ട് നമ്മൾ കണ്ടെത്താനായിട്ട് എന്ത് ചെയ്യണം? 100നോട് ഏത് സംഖ്യ മൾട്ടിപ്ലൈ ചെയ്താലാണ് 5000 കിട്ടുക എന്ന് നോക്കണം അല്ലെ? അപ്പം 100 into 15 എന്ന് പറഞ്ഞാൽ എത്രയാണ് മക്കളെ? എത്രയാണ്? 100 ഗുണിക്കണം 50 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 5000 ആണ്. എത്രയാണ്? 500 ആണ്. മനസ്സിലാക്കി? സോറി, 5000 ആണ്. ഇനി അതല്ലെങ്കിൽ നമുക്ക് എങ്ങനെ കണ്ടെത്താം? 5000 divided by 100 ചെയ്യാം കേട്ടോ. 5000നെ 100 കൊണ്ട് നമുക്ക് ഡിവൈഡ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ആൻസറിലോട്ട് എത്താം അല്ലെ? അപ്പൊ നോക്കിക്കേ, ഇവിടെ 500ല് 100 എത്ര പ്രാവശ്യം?
5 പ്രാവശ്യം അല്ലെ 5 into 100 എന്ന് പറഞ്ഞാൽ എത്രയാണ് 500 അല്ലെ. ഓക്കെ, പിന്നെ ആൻസറിലേക്ക് ഒരു 0 ഇട്ട് കൊടുത്താൽ മതി, കൂടുതലൊന്നും അതിൽ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പൊ എത്ര നോട്ടുകൾ ഉണ്ടായിരിക്കും മക്കളെ? 50 നോട്ടുകൾ ഉണ്ടാക്കി. അപ്പൊ മക്കൾക്ക് ആ രീതിയിൽ ഒരു ചോദ്യം വരും, അതായത് ഇത്ര രൂപയാണ്, അങ്ങനെയാണെങ്കിൽ എത്ര നോട്ടുകൾ ഉണ്ടായിരിക്കും, 500ന്റെ എത്ര നോട്ടുകൾ ഉണ്ടായിരിക്കും. നമ്മൾ നേരത്തെ ആദ്യത്തിൽ ടീച്ചർ പറഞ്ഞല്ലോ ഒരു പ്രൈസ് ലിസ്റ്റിന്റെ ഒരു ചോദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. അതായത് ടോട്ടലി മിസ് കൊടുത്തത് എത്രയാണ്? 7500 രൂപയാണ്. അപ്പൊ 500ന്റെ നോട്ട് മാത്രമാണ് മിസ്സിന്റെ കയ്യിലുള്ളതെങ്കിൽ എത്ര നോട്ട് കൊടുക്കേണ്ടി വരും? അല്ലെങ്കിൽ 100 രൂപ നോട്ടുകൾ മാത്രമാണ് ഉള്ളതെങ്കിൽ എത്ര നോട്ടുകൾ കൊടുത്തു എന്നുള്ള രീതിയിലൊക്കെ ചോദ്യങ്ങൾ വരാം. അപ്പൊ അതിനെ കുറിച്ച് മക്കൾ അറിഞ്ഞിരിക്കാം. അത്തരം ക്വസ്റ്റ്യൻസ് ഒക്കെ മക്കൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ വർക്ക് ബുക്കിൽ നോട്ട്ബുക്കിലൊക്കെ ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പൊ അതൊക്കെ മക്കൾ എന്ത് ചെയ്യാം, ഒന്ന് നോക്കിയിട്ട് പോവാ കേട്ടോ. ഓക്കെ മക്കളെ, പിന്നെ കൂട്ടുകാർക്ക് വരാവുന്ന നേരത്തെ എന്താ പറയുന്ന മറ്റൊരു അതിൽ തന്നെ കൂട്ടുകാർക്ക് വരാവുന്ന മറ്റൊരു ചോദ്യമാണ് 3500 രൂപയില് എല്ലാം 500ന്റെ നോട്ടുകളാണെങ്കിൽ എത്ര 500 രൂപ നോട്ടുകൾ ഉണ്ട് എന്നത് കേട്ടോ. 3500 രൂപയുണ്ട്. അപ്പൊ എന്ത് ചെയ്യാണ്, 3500 ഉള്ളതില് എല്ലാം എന്താണ് 500 രൂപയുടെ നോട്ടുകളാണെങ്കിൽ എത്ര 500 രൂപ നോട്ടുകൾ ഉണ്ട് എന്നുള്ള രീതിയിൽ മിസ് നേരത്തെ പറഞ്ഞല്ലോ. അപ്പൊ എത്ര 500 രൂപകൾ ഉണ്ട് മക്കളെ? എത്രയാണുള്ളത്? മക്കളൊന്ന് വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് പറഞ്ഞു നോക്കിക്കേ, എത്ര 500കൾ ഉണ്ട്? നമുക്കറിയാം 2 500 ചേർന്നാൽ എത്രയാണാവുക? 1000 രൂപയാവും അല്ലെ. 2 500 ചേർന്നാൽ എത്രയാവും? 1000 രൂപയാവും. വീണ്ടും ഒരു 2 500 ചേർന്നാൽ എത്രയും മക്കളെ? 1000 ആയി. അപ്പൊ ടോട്ടൽ എത്ര? 1000 പ്ലസ് 1000 എത്രയും? 2000 ആയി അല്ലെ. ഓക്കെ, ദെൻ വീണ്ടും ഒരു 2 500ന്റെ നോട്ടുകൾ ചേർന്നാൽ എത്രയാവും? 1000. ഇപ്പൊ എത്രയായി മക്കളെ? ടോട്ടല് 3000 റുപ്പീസ് നമുക്ക് കിട്ടി. എത്രയാണ് നമുക്ക് കിട്ടേണ്ടത്? 3500 ആണ് കിട്ടേണ്ടത്. 3500 ആണ് അല്ലെ. അപ്പൊ അതിലേക്ക് പ്ലസ് ഒരു 500 കൂടി മതി. അതായത് ടോട്ടൽ എത്ര മക്കളെ? എത്രയാണ്? 7500 രൂപ നോട്ടുകൾ ചേർന്നാലാണ് എത്രയാവുക? 3500 രൂപയാവുക കേട്ടോ. അപ്പൊ ആ ഒരു മോഡൽ ക്വസ്റ്റ്യൻ മക്കൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഏതെങ്കിലും ഒരു സംഖ്യ തന്നിട്ട് അതില് 500 രൂപ നോട്ടുകൾ മാത്രമാണെങ്കിൽ എത്ര 500 രൂപ ഉണ്ടാവും, അല്ലെങ്കിൽ 100 രൂപ നോട്ടുകൾ മാത്രമാണെങ്കിൽ എത്ര 100 രൂപ ഉണ്ടാവും എന്നുള്ള രീതിയിൽ ഒരു ചോദ്യം വരാം കേട്ടോ. ഓക്കെ മക്കളെ, പിന്നെ മക്കൾക്ക് വരാവുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നിങ്ങൾ അളവുകളുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ഒരു ചോദ്യം വരാം കേട്ടോ. അത് മക്കൾക്ക് ചിലപ്പോൾ ചോദിക്കും, ഒരു പെൻസിൽ അല്ലെങ്കിൽ ഒരു പേനയുടെ ഒരു നീളമൊക്കെ മെഷർ ചെയ്യാനായിട്ട്, ലെങ്ത് മെഷർ ചെയ്യാനായിട്ട് അനുയോജ്യമായിട്ടുള്ള അളവ് ഏതാ എന്നുള്ള രീതിയിൽ ചോദിക്കും. അപ്പൊ ഏതാണ് മക്കളെ? മിസ് ഓപ്ഷൻസ് പറയാം. കിലോമീറ്റർ, മീറ്റർ, സെന്റിമീറ്റർ, മില്ലിമീറ്റർ. മനസ്സിലാക്കണം മക്കളെ, ഒരു പേന അല്ലെങ്കിൽ ഒരു പെൻസിലൊക്കെ അളക്കാനായിട്ട് നമുക്ക് അനുയോജ്യമായിട്ടുള്ള അളവ് ഏതാണ് എന്നുള്ള രീതിയിൽ ചോദിക്കുകയാണെങ്കിൽ ഏതാണ് മക്കളെ? കിലോമീറ്ററിൽ അളക്കണോ, മീറ്ററിൽ അളക്കണോ, സെന്റിമീറ്ററിൽ അളക്കണോ, മില്ലിമീറ്ററിൽ അളക്കണോ മക്കളെ? ഏതിലടക്കാം നമ്മള്? ഒരു പെൻസിലിന്റെ നീളം എന്നൊക്കെ പറയുന്നത് നമ്മൾ സെന്റിമീറ്ററിലാണ് അളക്കുക അല്ലെ. കിലോമീറ്റർ എന്ന് പറയണെങ്കിൽ എന്താണ്? വലിയ ദൂരമാണ് അല്ലെ. വാഹനങ്ങളൊക്കെ ട്രാവൽ ചെയ്തിട്ടുള്ള ദൂരമൊക്കെ മെഷർ ചെയ്യാനായിട്ട് നമ്മൾ എന്ത് ചെയ്യും? കിലോമീറ്റർ ആണ് നമ്മൾ എടുക്കുക അല്ലെ. ഓക്കെ, അപ്പൊ ഇതൊക്കെ നമുക്ക് ചെറിയ ലെങ്തിലുള്ള സാധനങ്ങളാണ് അല്ലെ. അപ്പൊ അതിന് നമ്മൾ എന്തെടുത്താൽ മതി? സെന്റിമീറ്റർ എടുത്താൽ മതി. നമ്മുടെ ഒരു സ്കെയിലില്ലേ, നമ്മൾ വരയ്ക്കുന്ന സ്കെയിലൊക്കെ എത്രയാണ് മക്കളെ ലെങ്ത് ഉള്ളത്? 15 സെന്റിമീറ്റർ ആണ് അല്ലെ. 15 സെന്റിമീറ്റർ ആണ്. അപ്പൊ ആ ഒരു കാര്യം മക്കളുടെ മനസ്സിൽ ഓർത്തിരുന്നാൽ മതി. പിന്നെ ഈ ഒരു അളവുകളുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള മറ്റൊരു ചോദ്യം എന്ന് പറയുന്നത്, മിസ് ഒരു വണ്ടിയിൽ ട്രാവൽ ചെയ്യാണ്. അപ്പൊ മിസ് 3 കിലോമീറ്റർ 500 മീറ്റർ ആണ് ട്രാവൽ ചെയ്തത്. മക്കൾ ഓർത്തിരിക്കുക, 3 കിലോമീറ്റർ 500 മീറ്റർ ആണ് മിസ് ട്രാവൽ ചെയ്തിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ മിസ് ടോട്ടൽ ട്രാവൽ ചെയ്തിട്ടുള്ള ദൂരം മീറ്ററിൽ ഒന്ന് പറഞ്ഞുതരാം. മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് എത്രയായിരിക്കും? 3 കിലോമീറ്ററും 500 മീറ്ററും ആണ് മിസ് ട്രാവൽ ചെയ്തിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ എത്ര മീറ്റർ ട്രാവൽ ചെയ്തു എന്നൊന്ന് കണ്ടെത്തി പറഞ്ഞേ. അത് കണ്ടെത്താനായിട്ട് മക്കൾക്ക് അറിഞ്ഞിരിക്കേണ്ട ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത് 1000 മീറ്റർ ആണ് എന്തെന്ന് പറയുന്നത്? 1 കിലോമീറ്റർ. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഈ അളവുകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ചോദ്യം വരുമ്പോൾ ഡയറക്റ്റ് ആയിട്ട് 1000 മീറ്റർ എന്ന് പറഞ്ഞാൽ എത്രയാണ് എന്നുള്ളത് നമ്മളോട് ചോദിക്കില്ല. പക്ഷേ ഈ സാധനം നമുക്ക് ക്വസ്റ്റ്യനിൽ അപ്ലൈ ചെയ്ത് കൊടുത്താൽ നമുക്കത് കറക്റ്റ് ആൻസറിലോട്ട് എത്താൻ പറ്റുള്ളൂ. അപ്പൊ ഇവിടെയും സെയിം പോലെയാണ് നമുക്ക് ചോദിക്കുന്നത്. 3 കിലോമീറ്ററും 500 മീറ്ററും ആണ് മിസ് നടന്നതെങ്കിൽ ടോട്ടൽ മിസ് നടന്നിട്ടുള്ള മീറ്റർ എത്രയാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നമുക്കറിയാം എന്ത് മക്കളെ? 1 കിലോമീറ്റർ എന്ന് പറയുന്നത് 1000 മീറ്റർ ആണ്. അപ്പൊ ഇവിടെ 3 കിലോമീറ്റർ എന്ന് പറയുന്ന സമയത്ത് എത്രയാണ് മക്കളെ വരിക? എത്ര മീറ്റർ ആണ്? നമ്മൾ എന്ത് ചെയ്താൽ മതി? 3 into 1000 ചെയ്താൽ മതി. നമുക്ക് എത്ര കിട്ടും? 3000 എന്ന് കിട്ടില്ല. അതായത് 3 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ 3000 മീറ്റർ ആണ്.
സംശയമുണ്ടോ? 3 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ 3000 മീറ്റർ ആണ്. അത് കഴിഞ്ഞ മക്കളെ പ്ലസ് അതിന്റെ ഒപ്പം എന്ത് വേണം? 500 മീറ്റർ എക്സ്ട്രാ കൂടി ഉണ്ടല്ലോ. അപ്പൊ ആഡ് ചെയ്ത് എത്ര മക്കളെ? 3500 മീറ്റർ, 3500 മീറ്റർ ആണ് മിസ് എന്ത് ചെയ്തിട്ടുള്ളത്? ട്രാവൽ ചെയ്തിട്ടുള്ളത്. അപ്പൊ 3 കിലോമീറ്റർ 5 മീറ്റർ എന്ന് പറയുന്നതിന് പകരം 3500 മീറ്റർ എന്ന് പറഞ്ഞാൽ മതി. ഓക്കെ മക്കളെ, അങ്ങനെയാണെങ്കിൽ മിസ് പറയുന്ന ഒരു ദൂരം നിങ്ങൾ ഇതുപോലെ മീറ്ററിലോട്ട് കൺവേർട്ട് ചെയ്യോ? നോക്കിക്കേ, 4 കിലോമീറ്റർ 100 മീറ്റർ. നമ്മുടെ കമന്റ് ബോക്സ് പറഞ്ഞാൽ മതി ആൻസർ മക്കളെ. ഇതാണ് 4 കിലോമീറ്റർ 100 മീറ്റർ ആണ് സഞ്ചരിച്ച ദൂരമെങ്കിൽ ഈ ദൂരത്തിൽ ഒന്ന് മീറ്ററിലോട്ട് കൺവേർട്ട് ചെയ്ത് പറയാം. മീൻസ് ആൻസർ പറയുന്നില്ല, നമ്മുടെ കമന്റ് ബോക്സിൽ പറഞ്ഞാൽ മതി കേട്ടോ. മക്കളുടെ പേര് കൂടി ഉൾപ്പെടുത്തണേ. ഓക്കെ മക്കളെ, അപ്പൊ 4 കിലോമീറ്റർ 100 മീറ്റർ എന്ന് പറഞ്ഞാൽ എത്ര മീറ്റർ ആണ് എന്നുള്ളത് മക്കള് കണ്ടെത്തിയിട്ട് വരാം. അപ്പം ഇത്തരത്തിലുള്ള ഒരു ചോദ്യം വരും, മക്കൾ എന്ത് ചെയ്യുക? ആ ഭാഗം നന്നായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഓക്കെ മക്കളെ, ചിലപ്പം നിങ്ങൾക്ക് അതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ പറയാം. നമ്മുടെ അടുത്ത് മിസ്സിന്റെ അടുത്ത് എന്ത് ചെയ്തിട്ട് ഒരു 2 മീറ്റർ ഉള്ള ക്വസ്റ്റ്യൻ ഇനി വേണോ മക്കളെ? വീഡിയോ പോസ് ചെയ്ത് വെച്ച് മക്കൾ എന്ത് ചെയ്യുക? ക്വസ്റ്റ്യൻ എവിടെയെങ്കിലും ഒന്ന് എഴുതിയെടുക്കുക കേട്ടോ. മിസ് അത് മാനിക്കാണ്. മറ്റൊരു ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം. മിസ്സിന്റെ കയ്യിൽ 2 മീറ്റർ ഉള്ള ഒരു റിബൺ ഉണ്ട് കേട്ടോ. എത്ര മീറ്റർ ആണ് മക്കളെ? 2 മീറ്റർ നീളമുള്ള ഒരു റിബൺ മിസ്സിന്റെ കയ്യിലുണ്ട്. ആ റിബണിൽ നിന്ന് എന്ത് ചെയ്തു? ഒരു ഉടുപ്പൊക്കെ അലങ്കരിക്കാനായിട്ട് 85 സെന്റിമീറ്റർ മിസ് എന്ത് ചെയ്തു? കട്ട് ചെയ്തെടുത്തു കേട്ടോ. എത്രയാണ് മിസ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്? ആദ്യം ഒരു 85 സെന്റിമീറ്റർ കട്ട് ചെയ്തെടുത്തു. അതിനുശേഷം മിസ് എന്ത് ചെയ്തു? സമ്മാനപ്പെട്ടിയൊക്കെ അലങ്കരിക്കാനായിട്ട് ഒരു 60 സെന്റിമീറ്ററും എന്ത് ചെയ്തു മക്കളെ? അതിൽ നിന്ന് കട്ട് ചെയ്തെടുത്തു. അങ്ങനെയാണെങ്കിൽ ബാക്കി റിബണിന് എത്ര നീളം ഉണ്ടായിരിക്കും എന്നതാണ് മിസ് ചോദിക്കുന്നത് കേട്ടോ. ഓക്കെ മക്കളെ, അപ്പൊ ഒന്ന് കണ്ടെത്തി പറഞ്ഞേ, വേഗം കണ്ടെത്തി പറഞ്ഞേ. വീഡിയോ പോസ് ചെയ്ത് മക്കൾ വേഗം ആൻസറിലോട്ട് പോയേ. എന്താണ് മിസ്സിന്റെ കയ്യിൽ എത്ര മീറ്റർ ആണ്? 2 മീറ്റർ റിബൺ ആണുള്ളത്. അതിൽ നിന്ന് 85 സെന്റിമീറ്റർ ആദ്യം മിസ് കട്ട് ചെയ്തെടുത്തു. പിന്നീട് എന്ത് ചെയ്തു? 60 സെന്റിമീറ്റർ അതും കട്ട് ചെയ്തെടുത്തു. അങ്ങനെയാണ് മിസ്സിന്റെ കയ്യിൽ ബാക്കി എത്ര ഉണ്ടായിരിക്കും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ 2 മീറ്റർ ആണ് പറഞ്ഞിട്ടുള്ളത്. 2 മീറ്റർ ആണ് മിസ്സിന്റെ കയ്യിലുള്ളത്. വേഗം ആൻസർ കണ്ടെത്തിക്കേ. എത്രയാണ് മക്കളെ? അത് നമുക്ക് ആദ്യം എന്താ പറയുക മക്കളെ? 2 മീറ്റർ എന്ന് പറഞ്ഞാൽ എത്ര സെന്റിമീറ്റർ ആണ് എന്നുള്ള കാര്യം മക്കൾക്ക് ആദ്യം മനസ്സിൽ വേണം. എങ്കിലും നമുക്ക് ഇതിന് കറക്റ്റ് ആയിട്ട് ആൻസർ കണ്ടെത്താൻ പറ്റുള്ളൂ. അപ്പൊ 2 മീറ്റർ എന്ന് പറയുന്ന മക്കളെ 200 സെന്റിമീറ്റർ ആണ് കേട്ടോ. 2 മീറ്റർ എന്ന് പറയുന്നത് 200 സെന്റിമീറ്റർ ആണ്. ഇത് മക്കൾ ഓർത്തിരിക്കുക. 1 മീറ്റർ എന്ന് പറഞ്ഞാൽ 100 സെന്റിമീറ്റർ ആണ്. അത് മക്കളുടെ മനസ്സിൽ വേണം. അതുപോലെ തന്നെ 1 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ 1000 മീറ്റർ ആണ്. ഈ ഒരു 2 കൺസെപ്റ്റും മക്കളുടെ മനസ്സിൽ വേണം കേട്ടോ. എങ്കിലും നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ചോദ്യങ്ങൾ വരുന്ന സമയത്ത് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ നമുക്കറിയാം 1 മീറ്റർ എന്ന് പറഞ്ഞാൽ 100 സെന്റിമീറ്റർ ആണ് അല്ലെ. അപ്പൊ 2 മീറ്റർ എന്ന് പറഞ്ഞാൽ 200 സെന്റിമീറ്റർ ആണ്. അത് അവിടെ ഇരുന്നോട്ടെ. ഓക്കെ, ഇനി മിസ് മുറിച്ച് മാറ്റിയിട്ടുള്ള കഷ്ണങ്ങളുടെ കാര്യത്തിലോട്ട് പോകുമ്പോൾ നോക്കിക്കുക മക്കളെ. ആദ്യം ഒരു 85 സെന്റിമീറ്റർ പിന്നെ ഒരു 60 സെന്റിമീറ്റർ ആണ് മുറിച്ച് മാറ്റിയത്. അപ്പൊ മിസ് ടോട്ടൽ എത്ര മുറിച്ച് മാറ്റിയിട്ടുണ്ട് അത് കണ്ടെത്താൻ നമ്മൾ എന്ത് ചെയ്യണം? അത് തമ്മിൽ ആഡ് ചെയ്യണം അല്ലെ. 5 + 0 എന്ന് പറയുന്നത് 5 ആണ്. ദെൻ 5 + 6 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 14 ആണല്ലേ, 14. അപ്പൊ ടോട്ടൽ മിസ് എത്ര സെന്റിമീറ്റർ കട്ട് ചെയ്തു മക്കളെ? 145 സെന്റിമീറ്റർ കട്ട് ചെയ്തിട്ടുണ്ട്. മിസ്സിന്റെ അടുത്ത് എത്രയായിരുന്നു റിബൺ ഉണ്ടായത്? 2 മീറ്റർ ആണ്. എത്രയാണ് കട്ട് ചെയ്തിട്ടുള്ളത്? 145 സെന്റിമീറ്റർ ആണ്. അപ്പൊ ഇവിടെയുള്ള യൂണിറ്റ് എന്ന് പറഞ്ഞ മീറ്ററിലും ഇവിടെ സെന്റിമീറ്ററിലാണ് ഉള്ളത് അല്ലെ. അപ്പൊ അത് നമ്മൾ എന്ത് ചെയ്യണം? രണ്ടും ഒരേ യൂണിറ്റിലോട്ടാക്കി മാറ്റണം. ഇവിടെ സെന്റിമീറ്ററിലായതുകൊണ്ട് തന്നെ ഇതും നമുക്ക് എത്തിക്കാം സെന്റിമീറ്ററിലോട്ട് മാറ്റാൻ നമുക്കറിയാം അല്ലെ. നമുക്കറിയാം 1 മീറ്റർ എന്ന് പറഞ്ഞാൽ 100 സെന്റിമീറ്റർ ആണ്. അപ്പൊ 2 മീറ്റർ എന്ന് പറയുമ്പോൾ 200 സെന്റിമീറ്റർ ആണ്. മിസ്സിന്റെ അടുത്തുള്ള റിബൺ എന്ന് പറയുന്നത് 200 സെന്റിമീറ്റർ ആണ്. അതിൽ നിന്ന് 145 സെന്റിമീറ്റർ റിബൺ ആണ് മിസ് മുറിച്ചതെങ്കിൽ ഇനി ബാക്കിയുള്ള റിബണിന്റെ ലെങ്ത് കണ്ടുപിടിക്കാൻ മക്കളെ എന്ത് ചെയ്താൽ മതി? 200ൽ നിന്ന് നമ്മള് 145 എന്ത് ചെയ്യണം? മൈനസ് ചെയ്യണം. ക്ലിയർ ആയിട്ടുണ്ടോ? ഒന്ന് മൈനസ് ചെയ്ത് നോക്കിക്കേ മക്കളെ. 0 - 5 ചെയ്യാനായിട്ട് പറ്റില്ല. തൊട്ടടുത്ത ഡിജിറ്റിൽ നിന്ന് നമ്മൾ ഇവിടേക്ക് ഒന്നിനെ മാറ്റാനും നമുക്ക് കഴിയില്ല. അതുകൊണ്ട് എന്ത് ചെയ്തു? അതിന് മുന്നിലുള്ള ഈ 2ൽ നിന്ന് നമ്മൾ എന്ത് ചെയ്തു? ഇവിടേക്ക് ഒരു 1 കൊടുക്കുന്ന സമയത്ത് ഇവിടെ 10 ആയിട്ട് മാറി, 2 ഇവിടെ 1 ആയിട്ട് മാറി. ദെൻ ഈ 10ൽ നിന്ന് ഇവിടേക്ക് നമ്മൾ ഒന്നിനെ മാറ്റും, ഇവിടെ 10 ആയിട്ട് മാറി, ഇവിടെ 9 ആയിട്ട് മാറും അല്ലെ. 10 - 5 എന്ന് പറഞ്ഞാൽ 5 ആണ്. 9 - 4 എന്ന് പറഞ്ഞാൽ 5 ആണ്. അപ്പൊ നമുക്ക് എത്ര ആൻസർ കിട്ടി മക്കളെ? എത്ര കിട്ടി? 55 മീറ്റർ ആണോ? അല്ല, 55 സെന്റിമീറ്റർ. അതാണ് യൂണിറ്റ് വരിക കേട്ടോ. 55 സെന്റിമീറ്റർ. അതായത് മിസ്സിന്റെ കയ്യിലുള്ള റിബണിന്റെ ബാക്കി ലെങ്ത് എത്രയാണ് മക്കളെ? വെറും 55 സെന്റിമീറ്റർ
വേണ്ടിയിട്ടാണ്. മനസ്സിലായിട്ടുണ്ടല്ലോ മക്കളെ? അപ്പൊ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ മക്കൾ എന്ത് ചെയ്യുക, മിസ് പറഞ്ഞിട്ടുള്ള ഭാഗങ്ങളൊക്കെ നന്നായിട്ട് പഠിക്കുക. അതിന് പുറമെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് 4 അക്ക സംഖ്യകൾ കൂട്ടാൻ അറിഞ്ഞിരിക്കണം, 4 അക്ക സംഖ്യകൾ കുറയ്ക്കാൻ അറിഞ്ഞിരിക്കണം, 1 മുതൽ 10 വരെയുള്ള മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ മസ്റ്റ് ആയിട്ടും പഠിക്കണം കേട്ടോ. അത് നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമുക്ക് ഡയറക്റ്റ് ആയിട്ടല്ല വരെ പല ക്വസ്റ്റ്യനും നമുക്ക് അത് എന്ത് ചെയ്യാനായിട്ടുണ്ടായിരിക്കും, യൂസ് ചെയ്യാനായിട്ടുണ്ടായിരിക്കും. പിന്നെ അതുപോലെ തന്നെ ഈ യൂണിറ്റിന്റെ കാര്യം മക്കൾ മനസ്സിൽ ഓർത്തെടുക്കുക കേട്ടോ. ക്ലോക്ക് പിന്നെ മിസ് പറഞ്ഞിട്ടുള്ള ആ ഒരു ടൈം മക്കൾ ചെയ്തിട്ട് നമ്മുടെ ഗ്രൂപ്പിലോട്ട് ഷെയർ ചെയ്യുക കേട്ടോ. ഓക്കെ മക്കളെ? അപ്പം കുറച്ച് മക്കൾ കൂടി ഉണ്ടല്ലോ നമ്മുടെ വീഡിയോ കാണുമ്പോൾ ലൈക്ക് ചെയ്യാതിരിക്കുന്നത്, പെട്ടെന്നൊന്ന് വീഡിയോ ലൈക്ക് ചെയ്യുക കേട്ടോ. അതുപോലെ മിസ് പറഞ്ഞിട്ടുള്ള ആൻസർ എല്ലാം നമ്മുടെ കമന്റ് ബോക്സിൽ ഉണ്ടോ എന്നുള്ളത് ക്ലാസ് കഴിഞ്ഞതിന് ശേഷം മിസ് ചെക്ക് ചെയ്യൂ കേട്ടോ. ഓക്കെ മക്കളെ? അപ്പൊ നമുക്ക് അടുത്ത ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.